തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. മേഘയെ ഗർഭഛിദ്രത്തിന് വിധേയമാക്കാൻ സുഗാന്ത് വ്യാജ വിവാഹ രേഖകൾ ഉണ്ടാക്കിയെന്ന് കണ്ടെത്തൽ. വ്യാജ ക്ഷണക്കത്ത് ഉൾപ്പെടെ മേഘയുടെ ബാഗിൽ നിന്ന് ലഭിച്ചു. ജൂലൈയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തുകയും ശേഷം സുഗാന്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയുമായിരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VS അനുവാണ് നമുക്കൊപ്പം ചേരുന്നത്. അനു, ചതിക്കപ്പെട്ടു എന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് മേഘയുടെ ആത്മഹത്യ എന്നുള്ളതാണ് കുടുംബം ഉയർത്തിയിരുന്ന ആരോപണം. ആ ആരോപണത്തെ ശരിവെക്കുന്ന വിവരങ്ങളാണോ പോലീസ് പുറത്തുവിടുന്നത്? വിശ്വാസവഞ്ചനയാണെന്ന് വ്യക്തമാകുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നതിൽ ഏറ്റവും പ്രധാനം. ഈ മേഘയെ കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു. മാത്രമല്ല, ഈ കഴിഞ്ഞ ജൂലൈയിൽ ഈ പറയുന്ന തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ മേഘയെ ഗർഭചിത്രം നടത്തി. ഇതിനുവേണ്ടി വ്യാജ വിവാഹ ക്ഷണക്കത്ത് പോലും ഇയാൾ തയ്യാറാക്കിയിരുന്നു. അതൊക്കെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. മാത്രമല്ല, മേഘയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും കൂടുതൽ പണം ഈ പറയുന്ന സുഗാന്തിന്റെ അക്കൗണ്ടിലേക്കൊക്കെ പോയിട്ടുണ്ട്. അതായത് വളരെ കൃത്യമായി മേഘയെ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ഇയാൾ ചൂഷണം ചെയ്തു. അതിന്റെ ഒരു പ്രത്യാഘാതം അല്ലെങ്കിൽ അതിന്റെ ഒരു മറ്റൊരു വശമാണ് ഈ ആത്മഹത്യ എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. നിലവിൽ സുഗാന്ത് ഇപ്പോഴും ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ തീരുമാനമായിട്ടില്ല. ഇയാൾ വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ ലുക്കൌട്ട് സർക്കുലർ അടക്കം പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ്. മേഘയുടെ ബന്ധുക്കൾ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിവെക്കുന്ന തെളിവുകളാണ് പോലീസിന് അന്വേഷണത്തിൽ ലഭിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ഇപ്പോൾ സുഗാന്തിനെതിരെ കൂടുതൽ തെളിവുകളാണ് പുറത്തു വരുന്നത്. കുടുംബത്തിന്റെ ആരോപണം, മേഘയുടെ കുടുംബത്തിന്റെ ആരോപണത്തെ ശരിവെക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതായി VS അനു തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.